വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഗൈസ്. ഇന്ന് മാളൂട്ടിൻ്റെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. അപ്പം ഞങ്ങൾ ഇന്ന് അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങാനായിട്ട് നേരത്തെ എഴുന്നേറ്റതാണ്. മാളൂട്ടി എഴുന്നേറ്റ് വന്നിരിക്കുന്നുണ്ട് ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ബാക്കി പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങാം ഗൈസ്. അപ്പം ഞങ്ങൾ ചായ കുടിക്കട്ടെ. നല്ല ഉപ്പുമാവും മീൻകറിയാണ് ചൂട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇന്ന് മാളൂസിന് സ്നാക്സിന് ക്രിസ്മസ് സ്പെഷ്യൽ സ്നാക്സ് ബോക്സ് വേണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെയുള്ള സാധനങ്ങൾ വെച്ച് ഞാൻ അങ്ങനെ ഒപ്പിക്കേണ്ടി വരും അല്ലേ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ ഗൈസ്. മാളൂട്ടിക്ക് ചുമയാണ് ഗൈസ്. മരുന്നായിരുന്നു വാങ്ങിക്കല്. അവൾ പറഞ്ഞു ഗുളിക മതി, ടോണിക്ക് വേണ്ട പറഞ്ഞേ. ഇതിലത്തെ ഗുളിക എടുത്തോ? നിങ്ങൾക്ക് ഗുളിക ഉണ്ടോ? അവളുടെ ഫേവറേറ്റ് കളർ ഗുളിക ഉണ്ട് ഗൈസ്. അത് കുടിക്ക്, അപ്പോഴേക്കും അടുത്ത് തരാം. നീ അല്ലേ പറഞ്ഞ ഗുളിക കുടിക്കാൻ ഇഷ്ടാണ്. നല്ല ചുമയാണ്, അതുകൊണ്ട് നമ്മൾ ഗുളിക കുടിച്ചേ പറ്റൂ അല്ലേ. മൂക്കിൽ മരുന്നിട്ടിക്കാനും ഉണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ക്രിസ്മസ് ഫ്രണ്ട് പാക്ക് ചെയ്യാം. ഞങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതെ, മാളൂസിന് ഇന്ന് ആരാണ് കൊടുക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല. പക്ഷെ മാളൂട്ടി കൊടുക്കാൻ പോകുന്നത് മാളൂസിന്റെ സ്കൂളിലെ HM-നാണ്. അപ്പോൾ ഞങ്ങളൊരു പെർഫ്യൂം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ഇതിനി പാക്ക് ചെയ്യാം ഗൈസ്. ഇത് മാളൂസിന് ക്രിസ്മസിന് കിട്ടിയ ഗിഫ്റ്റ് ആണ് കേട്ടോ ഗൈസ്. എന്റെ പ്രൈസ് ടാഗ് പോലും പൊട്ടിച്ചറിഞ്ഞിട്ടില്ല. ഇതും പുതിയതായതുകൊണ്ട് അതിനാണോ പ്രൈസ് ടാഗ് പൊട്ടിച്ചളയത്തെ? അപ്പം നമുക്ക് റെഡ് പാക്കറ്റ് വെച്ചിട്ട് തന്നെ, അല്ല ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് തന്നെ പൊതിയാം. ക്രിസ്മസ് എപ്പോഴും റെഡ് കളറായിട്ട് കൂടുതൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ റെഡോ വൈറ്റോ കോസ്റ്റ്യൂമാണ് ഇന്ന് ഇടേണ്ടത്. മാളൂട്ടി വൈറ്റ് കോസ്റ്റ്യൂമും റെഡ് ക്രിസ്മസ് ക്യാപ്പുമാണ് ഇടാൻ പോകുന്നത് അല്ലേ. അതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഞങ്ങൾ വേറെ ഇടാം അല്ലേ. ഇപ്പം ഞങ്ങൾക്ക് അതിനുള്ള സമയമല്ല, അതുകൊണ്ട് ഞങ്ങൾ വേഗം ഗിഫ്റ്റ് പാക്ക് ചെയ്തു, സ്നാക്സ് പാക്ക് ചെയ്ത് പോട്ടെ. വെൽ പാക്ക്, നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും എഴുതാം. എല്ലാം തീർന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഒരെണ്ണമുണ്ട്, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഞങ്ങൾ അങ്ങനെ എഴുതി ഒട്ടിച്ചൊക്കെ കഴിഞ്ഞു. ഇഷ്ടമായ മെറ്റൽഡ സിസ്റ്ററിനാണ് മാളൂസ് കൊടുക്കാൻ പോകുന്നത്. അപ്പം മാളൂട്ടീൻ്റെ വക ഒരു കുഞ്ഞു ഗിഫ്റ്റ്. ഇതിൻ്റെ കൂടെ വേറൊരു ഗിഫ്റ്റും കൂടി ഉണ്ട്. ഇതാണ് സ്പെഷ്യൽ ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റ്. പക്ഷെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ വേറൊരു സംഭവം കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു. വേണ്ട, ഇത് മതി. ഇതിൻ്റെ കൂടെ ഞങ്ങളൊരു പ്ലം കേക്ക് കൂടെ കൊടുക്കാമെന്ന് കരുതി. ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പോൾ ഇതാണ് ഞങ്ങൾ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ്. ഞങ്ങളല്ല, മാളൂട്ടി അല്ലേ. എനിക്ക് കാണാൻ പറ്റുമോ അറിയില്ല. മാളൂട്ടി എന്തായാലും ഇത് കൊടുക്കും. മാളൂട്ടി റെഡി ആയി കഴിഞ്ഞ് സ്കൂളിലേക്ക് ആയതുകൊണ്ട് പോണിട്ടയിലാണ് ഞങ്ങൾ കിട്ടി. പക്ഷേ ഇതാ ക്രിസ്മസിന് ചേരുന്നൊരു ബാൻഡൊക്കെ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ക്യാപ്പ് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ, വേണമെങ്കിൽ വെക്കാം ഗായ്സ്. അപ്പം നമുക്ക് സ്നാക്സ് പാക്ക് ചെയ്യാം മാളൂട്ടിക്കുള്ള. ഫോർക്ക് ഏതാ വേണ്ട മാളു? സ്ട്രോബെറിക്ക് ഒരെണ്ണത്തിൽ ഇത് വെച്ചു. ഇതിൽ ഗ്രീനാ. പിന്നെ ഇതാണ് ബട്ടർഫ്ലൈൻ്റെ കൈച്ചീന്. പിന്നെ മാലത ഇതാണ് ബോ. ഇതാണ് ഫൈനൽ ലുക്ക്. യെസ്, സൗണ്ടൊക്കെ പോയി ഗൈസ്. അതാണ് മാളൂട്ടിൻ്റെ ഫൈനൽ ലുക്ക്. സൗണ്ട് ഒന്നും ഇല്ല. ഹാപ്പി ക്രിസ്മസ് പറയാൻ. ക്രിസ്മസ് ട്രീ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം രാത്രി. കണ്ണട വയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഒന്നുകൂടെ കാണിച്ചാ. യെസ്, ക്രിസ്മസ് ലുക്കായില്ലേ. എന്നാ അതായത് ടീച്ചർക്ക് കൊടുക്കാല്ലേ. ക്യാപ്പ് വേണമെങ്കിൽ അതിലുണ്ട്, എടുത്ത് വെച്ചാട്ടോ. പോട്ടെ, അപ്പൊ നോക്കിയിട്ട് കൊടുത്തോട്ടോ. ടീച്ചർ വരുമ്പോ പറയും. അതുവരെ നല്ലോണം എടുത്തു വെക്കട്ടോ. ഓക്കെ, പോട്ടെ, എനിക്ക് എത്തൂല. ബൈ ഗൈസ്. ഞാനങ്ങനെ സ്കൂളിലാക്കി വന്നിട്ട് പിന്നെ ലഞ്ച് പ്രിപ്പയർ ചെയ്യായിരുന്നു. അപ്പം ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കൊണ്ടുപോയി കൊടുക്കാം. അപ്പം ഇനി ലഞ്ച് കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇത്രയും നേരം എടുക്കാതിരുന്നത്. അപ്പം ഇനി ലഞ്ച് പാക്ക് ചെയ്യാം.
അങ്ങനെ സ്കൂളിലെത്തിയപ്പോഴേക്കും കുറേ പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തിയത് അവൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പോയി വിളിച്ചപ്പോൾ പോലും തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഫ്രണ്ട്സിൻ്റെ കൂടെ ഭയങ്കര വർത്താനത്തിലായിരുന്നു. അങ്ങനെ എന്നെ കണ്ടപ്പോൾ പിന്നെ അവിടെ നിന്ന് പോവല്ലേ എന്ന് കുറേ റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ ഞാൻ എന്തായാലും ഇനി പോയിട്ട് പിക്ക് ചെയ്യാൻ ടൈമിൽ വരാമെന്ന് കരുതിയിട്ട് അപ്പോൾ പോയി. പിന്നെ വൈകുന്നേരം അവളെ പിക്ക് ചെയ്യാൻ വന്നതാണിത്. അപ്പോഴേക്കും ബാഗൊക്കെ വലിച്ച് ഫുള്ള് തുറന്നൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ടായിരുന്നേ. പിന്നെ പുൽക്കൂട് ഉണ്ടാക്കിയതൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നേ. എങ്ങനെ ഉണ്ടായിരുന്നു സെലിബ്രേഷൻ? ഡാൻസും ഇതൊക്കെ അപ്പൊ തീർത്ത്. ആണോ? ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല. ഗിഫ്റ്റ് നാളെ കൊടുക്കുക. അപ്പൊ ഇതിന്റെ ബാക്കി നാളെ എടുക്കണം ഞാൻ. അപ്പൊ നാളെ കാണാം ഗൈസ്. അപ്പൊ ഇതിന്റെ നാളെ ഗൈസ് ഞങ്ങൾ അങ്ങനെ ഇന്ന് വീണ്ടും ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കാൻ സ്കൂളിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. മാളൂട്ടി ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇന്നും കൂടി സ്നാക്സ് പാക്ക് ചെയ്യുന്ന വീഡിയോ എടുക്കാമെന്ന്. ഇന്ന് സ്നാക്സ് മാത്രം കൊണ്ടുപോയാൽ മതി. ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇന്ന് ഉച്ചവരെ സ്കൂളുള്ളൂ. ഉച്ചയ്ക്ക് നമുക്ക് മാളൂട്ടിയെ പിക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ സ്നാക്സ് പാക്ക് ചെയ്യാം. ഞാൻ ക്രിസ്മസ് സ്പെഷ്യൽ ആയതുകൊണ്ട് സ്റ്റാറായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഗൈസ്. കുറച്ച് ഗ്രീൻ ഗ്രേപ്സ് ഉണ്ട്. അപ്പോൾ ഗ്രീൻ ഗ്രേപ്സിൽ നമുക്ക് ഗ്രീൻ മിനി ഫോക്ക് വെക്കാം. ഓക്കെ, ഒരെണ്ണം ബാലൻസ് വന്നു. അത് ഇതാ കഴിക്കുന്നു. കഴിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്റ്റാറാക്കി വെച്ചിട്ട് ഈ ഒരു ഇതിൻ്റെ സ്റ്റാറിൻ്റെ ഷേപ്പൊക്കെ പോയിട്ടുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് സ്റ്റാറാക്കിയൊക്കെ ഇങ്ങനെ നീറ്റായിട്ടിരിക്കും. പക്ഷേ ഇത് കണ്ട ഉണ്ടാക്കി കഴിഞ്ഞ പാത്രം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്നാക്സ് പാക്ക് ചെയ്തു. അതൊക്കെ അവിടെ വെച്ചോ. ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചതാ ചേച്ചി. ഇല്ല, എപ്പോഴും സ്കൂളിൽ പോണ സമയം തന്നെ. അങ്ങനെയല്ല മാളു, കുറച്ച് നേരത്തെ ഒരു 5 മിനിറ്റ്. നമ്മൾ ബെല്ലടിച്ച് കഴിയുമ്പോഴേക്കും എത്തലില്ലേ? ഇന്ന് ബെല്ലടിക്കുന്നതിന് 5 മിനിറ്റ് മുന്നേ എത്തും. അത്രേ ഉള്ളൂ. അതാ വരുന്നു ഗൈസ്. ഒന്ന് വെറൈറ്റി ലുക്കിലാണ്. ബൈ ബൈ. റെഡും വൈറ്റ് ഒക്കെ ഇട്ടിട്ട് ആരാ നിക്കണേ? രണ്ടാളും ഒരേപോലെ. പരീക്ഷയുണ്ട്, ക്രിസ്മസ് ഫ്രണ്ടും ഉണ്ട്. അതിലെയാണോ പോകുന്നത്? അപ്പോൾ ഓക്കെ ബൈ. ഞങ്ങളങ്ങനെ സ്കൂളിൽ പോവാണ് ഗൈസ്. ഞാനാണ് സ്കൂൾ ബാഗ് തൂക്കുന്നത് ഗൈസ്. മാളൂസല്ല. കാർബോർഡ് ബാഗിൽ കൊള്ളാത്തോണ്ട് മാളു പിടിക്കുന്നുണ്ട്. ഹാരി പോട്ടർ, കാറ്, ഒരു ടീച്ചർ, പിങ്കി ടീച്ചർ, എല്ലാം ഉണ്ട്. ടീച്ചർ, ഇത് ഹാരി പോട്ടർ, ഹാർമോണി, റോൺ, ഇത് ഹെറ്റിക്. നല്ല രസമുണ്ട് അല്ലേ? മാളൂസിൻ്റെ ഐഡിയ ആയിരുന്നു ഗൈസ്. ഹാരി പോട്ടർ തീംഡ് ആയിട്ടുള്ള കാർഡ്ബോർഡ് കിട്ടാത്തതുകൊണ്ട് പ്ലെയിൻ എക്സാം ബോർഡ് വാങ്ങിയിട്ട് ഇങ്ങനെ ഒട്ടിക്കാന്ന്. അതാ ക്രിസ്മസ് ട്രീ. നല്ല രസമുണ്ട് അല്ലേ? മാളൂന് ഇഷ്ടായ? ഇന്നലെ പുൽക്കൂട് കാണാത്തോണ്ട് ഇന്ന് എന്തായാലും കാണണമെന്ന് മാളൂട്ടി വീട്ടിൽ നിന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സിലെത്തി. മാളൂട്ടീനെ ക്ലാസ്സിലാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ അവളെ പിക്ക് ചെയ്യാൻ പോയതാണ്. മുബി ഉറങ്ങുന്നിടത്തുനിന്ന് വിളിച്ചെണീപ്പിച്ച് കൊണ്ടുപോയതാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ മാളൂട്ടീൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോയി. മാളൂട്ടി എക്സാം എഴുതുകയാണ് കേട്ടോ. അവൾക്ക് കുറച്ച് എക്സാം ഫിനിഷ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവളത് എഴുതുകയാണ്. അപ്പോൾ മുബിയാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ എക്സാം എഴുതി തീരുമ്പോഴേക്കും ടൈം ആവും എന്ന് പറഞ്ഞുകൊണ്ട് ബാഗും കിറ്റൊക്കെ എടുത്തിട്ട് മുബി വീട്ടിൽ പോയി. അങ്ങനെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് ടീച്ചേഴ്സിനോടൊക്കെ ഹാപ്പി ക്രിസ്മസും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പരീക്ഷയും കഴിഞ്ഞ് ഞങ്ങൾ വരികയാണ് ഗൈസ്. കണ്ട ബാക്കി ബാഗൊക്കെ അപ്പൻ്റെ അടുത്ത് കൊടുത്തിട്ട് പരീക്ഷ എഴുതിയിട്ട് വരാണ് ഗൈസ്. അപ്പം ഞാൻ ക്രിസ്മസ് ഫ്രണ്ട് കടത്തിന് എനിക്ക് കിട്ടിയത് ഇവർക്കൊക്കെ കാണിച്ചെടുക്കാം. തൊപ്പിയൊക്കെ വെച്ച്
ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇനി പോയി ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ക്രിസ്മസിന്റെ വിശേഷങ്ങളൊന്നും തീരുന്നില്ല. ഇനിയും ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ഇട്ട് കാണാം. അതുവരെ ബൈ.